ഇങ്ങനെയാണ് സായി നിങ്ങൾ കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കൊരു വാർത്ത കേൾക്കേണ്ടി വരും. സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. അങ്ങനെ സായി വീണ്ടും പുറത്തെ കാര്യങ്ങൾ അകത്തെ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞിരിക്കുകയാണ്. ആദ്യം ഒരു ദിവസം ജാസ്മിനോട് ഇത്തരത്തിൽ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തതാണ് സായിക്ക്. ഒരിക്കലും പുറത്തെ കാര്യങ്ങൾ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിനോടും സംസാരിക്കാനായിട്ട് പാടില്ല. എന്തിനുള്ളിൽ കയറിയ സമയത്ത് പുറത്ത് വെച്ചിട്ട് ഒരു 100 വട്ടം പറഞ്ഞിട്ടായിരിക്കും കയറ്റിയിരിക്കുന്നത്. ഒരു ക്ലാസ് പോലെ എടുത്തു കൊടുത്തിട്ടുണ്ടാവും. സായിക്ക് ഉൾപ്പെടെ ചെന്ന 6 വൈൽഡ് കാർഡ്സിനോടും പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു കാര്യം. പുറത്തെ ഒരു കാര്യങ്ങളും അവർക്ക് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ അറ്റാക്കുകളെ പറ്റിയോ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് ഉള്ളവർക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞോ അങ്ങനെ ഒരു കാര്യവും ഒരു ഹിൻസും അകത്തെ കണ്ടസ്റ്റൻസിന് കൊടുക്കരുതെന്ന് പറഞ്ഞു തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. പിന്നീട് എന്ത് മര്യാദകേടാണ് സായി കാണിക്കുന്നത്. വീണ്ടും സായി പുറത്തെ കാര്യങ്ങൾ അകത്തെ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞിരിക്കുകയാണ്. സായിക്ക് വാണിംഗ് കൊടുക്കാൻ വേണ്ടി എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒന്നടങ്കം വിളിച്ചിരുത്തിക്കൊണ്ട് സായി അവിടെ നിർത്തിക്കൊണ്ട് ബിഗ് ബോസ് ഷൗട്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത്. സായി ഒരു പ്രാവശ്യം നിങ്ങൾക്ക് താക്കീത് തന്നതാണ് പുറത്തെ കാര്യങ്ങൾ അകത്ത് സംസാരിക്കരുതെന്ന്. ഇനിയും നിങ്ങൾ ഇത് ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനിയും നിങ്ങൾ ഇത് ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള വലിയ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും എന്ന് ബിഗ് ബോസ് ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരക്ഷരം സായിയുടെ ഭാഗത്ത് നിന്ന് പുറത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടൊരു വീഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സായിക്ക് ബിഗ് ബോസ് ഹൗസിന് പുറത്തു പോകേണ്ടി വരും. 6 വൈൽഡ് കാർഡുകൾ ഉള്ളിൽ കയറിയതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ. കാരണം ഏകദേശം 3 കൊല്ലത്തോളം വരുന്ന ബിഗ് ബോസിന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റൻസ് ആയിട്ട് കോൺട്രവേഴ്സീസിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ ആളിക്കത്ത് നിൽക്കുന്ന എല്ലാ വിഷയത്തിലും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി ഗെയിമിൽ കാണിക്കാത്തത്? സായി ഒരു 6 വൈൽഡ് കാർഡുകളെ വെച്ച് ഇപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശം വൈൽഡ് കാർഡായിട്ട് പറയേണ്ടി വരും സായി കൃഷ്ണയെ. കാരണം കയറിയ നാളുകൾ മുതൽ ഒരറ്റത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ച് പിന്നീട് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറഞ്ഞൊക്കെ നിൽക്കുന്നത് വളരെ മോശം ഗെയിം തന്നെയാണ്. നല്ല കാലിബറുള്ള കണ്ടസ്റ്റന്റ് ആണ് സായി കൃഷ്ണ. കയറിയ സമയത്ത് ഒരുപാട് താല്പര്യമുള്ളൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഒരുപാട് കണ്ടന്റുകൾ കിട്ടുമെന്ന് വിചാരിച്ചൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ടോപ്പ് 5ലേക്ക് എത്താനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്നിട്ട് ഇത്തരത്തിലുള്ള പരിപാടി കാണിക്കുകയാണെങ്കിൽ സായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. സായി കയറിയ സമയത്തൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. കയറിയ സമയത്ത് തന്നെ ജാൻമന്റെ അടുത്ത് എന്ന് പറഞ്ഞു ഞാൻ ബിസിനസ് ക്ലാസ്സിലൊന്നും അല്ല വന്നത്, കുഴപ്പമുണ്ടോ? അപ്പൊ തന്നെ ഗബ്രിയുടെ അടുത്തും പറഞ്ഞു ഇവിടെ കുറച്ച് സുഖം കൂടുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കയറിയ സമയത്ത് ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു പോയി സായിയുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ സങ്കടപ്പെടുത്തി കളഞ്ഞു. സായിയുടെ ഗെയിം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെയായാലും ഇത് ഇംപ്രൂവ് ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം മാറ്റിയില്ല എങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്താവേണ്ടി വരും. ശ്രദ്ധിച്ച് കളിക്കുക. അല്ല, ആരോട് പറയാനും, ഉള്ളിലല്ലേ, നമ്മൾ ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തൊക്കെയായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനി ഗെയിം മുന്നോട്ട് പോവുക എന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. ഈ കാര്യത്തിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്